നമസ്കാരം. നമ്മൾ ബിസിനസ് ഐഡിയാസ് എന്നുള്ള പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതിൽ കൂടുതലായിട്ട് കാണിക്കാൻ പോകുന്നതും ഇതിലേക്ക് പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ചെറുകിട ബിസിനസ് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെയാണ് കുറഞ്ഞ മുതൽ മുടക്കിൽ എങ്ങനെയാണ് ഒരു ബിസിനസ് വളർത്തിയെടുക്കാം എന്നൊക്കെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഫ്ലോർ ക്ലീനറാണ്. ഇപ്പോൾ വീടുകളിലെല്ലാം അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫ്ലോർ ക്ലീനർ. ക്ലീനിങ് പർപ്പസിനും ഹൈജീനിക്കിനും ബാക്ടീരിയകളെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഫ്ലോർ ക്ലീനർ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഫ്ലോർ ക്ലീനർ എങ്ങനെയാണ് വീട്ടിൽ ഒരുപാട് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് സിമ്പിളായിട്ട് എങ്ങനെയാണ് നമുക്ക് നിർമ്മിച്ചെടുക്കാമെന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഓരോരു കാര്യം, ഇതിലേക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും സ്റ്റിക്കർ, ലാബലിങ്, ബോട്ടിൽസ്, അതുപോലെ തന്നെ എല്ലാം കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് നിന്ന് മെറ്റീരിയൽസ് വാങ്ങാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നതാണ്. നോക്കാം, വീഡിയോയിലേക്ക് പോകാം. ഫ്ലോർ ക്ലീനർ എങ്ങനെ നിർമ്മിച്ചെടുക്കാമെന്ന് നോക്കാം. എൻ്റെ കയ്യിലുള്ളത് 2 ലിറ്ററിൻ്റെ മെഷർമെൻറ്റ് മഗ്ഗിൽ 2 ലിറ്റർ SLS ആണ്. SLS ലിക്വിഡാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ 50 ലിറ്ററിൻ്റെ ഇങ്ങനെ 50 ലിറ്റർ കൊള്ളാവുന്ന ഒരു ബക്കറ്റോ ക്യാനോ എടുത്തിട്ട് അതിൽ 45 ലിറ്റർ വാട്ടർ എടുത്തതിന് ശേഷം SLS ഘട്ടം ഘട്ടമായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ 2 ലിറ്റർ മൊത്തം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി ബാലൻസ് വരുന്നത് പിന്നീട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതാണ്. നമ്മൾ ഒരു കെമിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ മാസ്കും ഗ്ലൗസും നിർബന്ധമായിട്ട് ഇട്ടിരിക്കണം. ഇതിപ്പോൾ എപ്പോഴും അലുമിനിയത്തിലായിട്ട് ഭയങ്കര ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലായതിനാൽ അലുമിനിയത്തിൻ്റെ പാത്രങ്ങളോ കയ്യിലോ യൂസ് ചെയ്യാൻ പാടില്ല. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കോ സ്റ്റീലിൻ്റെ ഇങ്ങനത്തെ കയ്യിലോ യൂസ് ചെയ്യുക. ഇപ്പോൾ 2 ലിറ്റർ ഞാൻ മൊത്തം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സാൾട്ടാണ്. നമ്മൾ സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സാൾട്ടാണ്. ഇതിൻ്റെ ഫ്രീ ഫ്ലോ സാൾട്ട് എന്നാണ് പറയൽ. ഇതിപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കിലോ ആണ് ആവശ്യമുള്ളത്. ഇപ്പോൾ ഇത് 1.5 കിലോൻ്റെ അടുത്ത് എൻ്റെ കയ്യിലുണ്ട്. അതിപ്പോൾ ഫസ്റ്റായിട്ട് നമ്മളിതിൽ യൂസ് ചെയ്യും. അത് മൊത്തമായിട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിരുന്നാൽ ചിലത് എപ്പോഴും അടിയിൽ അതിൻ്റെ സാൾട്ടിൻ്റെ തരി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം അതിൽ സാൾട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരപ്പ് വെച്ച് അരച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് ഒഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. SLS ഒഴിച്ചതിന് ശേഷം ആ വെള്ളത്തിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് വരിക. എങ്ങനെയാലും പ്രശ്നമില്ല, നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നോക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സിങ് പ്രോപ്പറായിട്ട് ചെയ്യണം. ഏത് കെമിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും ബാലൻസ് ഉള്ള ലിക്വിഡും കൂടി ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. SLS ലിക്വിഡ് ബാക്കിയുള്ളത് കംപ്ലീറ്റായി. നര വരാതെ കലക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. ബാക്കി വരുന്ന സാൾട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ ഫ്ലോർ ക്ലീനർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്ലോർ ക്ലീനറിൻ്റെ തിക്നെസ് സാൾട്ടിലാണ്. സാൾട്ടിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ റസ്റ്റ് റിമൂവ് ചെയ്യാനുള്ളൊരു കണ്ടൻറ്റ് കൂടിയാണ് സാൾട്ട് ലിക്വിഡ് തിക്ക് ചെയ്യാനും യൂസ് ചെയ്യുന്നൊരു കണ്ടൻറ്റും കൂടിയാണ്. ഇതിപ്പോൾ ഞാൻ 10 ലിറ്റർ ഈ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ 50 ലിറ്ററിൻ്റെ ഫ്ലോർ ക്ലീനറിൻ്റെ ഒരു ബേസ് മാത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് 10 ലിറ്റർ ഇതിലേക്ക് മാറ്റിയെടുത്തിട്ട് നമുക്ക് കളറും ഏതാണ് പെർഫ്യൂം നമുക്ക് വേണ്ടത് അത് യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ജാസ്മിൻ്റെ ഫ്ലവറാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ 10 ലിറ്റർ ഈ ബക്കറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ സ്മെല്ലും കളറും യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ജാസ്മിൻ 30 ml ആണ് യൂസ് ചെയ്യുന്നത്. കൽക്കറിൻ്റെ പെർഫ്യൂമാണ്. ബ്രാൻഡഡ് പെർഫ്യൂം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മുപ്പത് ml പെർഫ്യൂം ഈ 10 ലിറ്ററിലേക്ക് നന്നായി മിക്സിങ് ചെയ്യണം. പെർഫ്യൂം നന്നായിട്ട് അതിൽ ലയിക്കണം. ലയിച്ച് കഴിഞ്ഞാൽ മാത്രമേ ലോങ് ലാസ്റ്റ് പെർഫ്യൂം നിൽക്കുകയുള്ളൂ. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമായ കളർ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു പച്ച കളറാണ് യൂസ് ചെയ്യുന്നത്. 2 ഗ്രാം കളറ് ഇതിലേക്ക്
ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യുക. ഒരു 1 or 2 hour വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല തിക്നെസ് ആയിട്ട് വരും. ഇപ്പോൾ അതിന് അത്യാവശ്യം തിക്നെസ് ഉണ്ട്. ഫ്ലോർ ക്ലീനർ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഒരു ബേസിക് ആയിട്ടുള്ള കെമിക്കലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇരിക്കുന്നത്. ഒരുപാട് ഡാർക്ക് കെമിക്കൽസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇതൊരു 19 രൂപ 1 ലിറ്ററിന് വരുന്നൊരു കോസ്റ്റിലാണ് നമ്മൾ ഇപ്പോൾ നിർമ്മിച്ചിട്ട് എടുക്കുന്നത്. മാർക്കറ്റിലിപ്പോൾ ലൈസോൾ ടൈപ്പിലുള്ള വരുന്നത് 1/2 ലിറ്ററിന് തന്നെ 100 സംതിങ് 110 എങ്ങാണ്ട് വരുന്നുണ്ട്. ഇതുപോലെയുള്ള ബോട്ടിലേക്ക് ഫിൽ ചെയ്ത് കടകളിലോ വീടുകളിലോ കൊടുക്കുക. ഇതിൻ്റെ ബോട്ടിൽസ്, സ്റ്റിക്കർ, ഡിസൈനിങ്, കെമിക്കൽസ് എല്ലാം നമ്മളടുത്തുണ്ട്. ആവശ്യക്കാർ ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിലേക്ക് ബന്ധപ്പെടുക. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് കേരളത്തിൽ എവിടെയാണെങ്കിലും 2-3 ദിവസം കൊണ്ടെത്തും. കാസർഗോഡ് ജില്ലയിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം, അന്നത്തെ ദിവസം ഓർഡർ ആകുന്ന ദിവസം തന്നെ കാസർഗോഡ് ജില്ലയിലേക്ക് എത്തും. ഇത് പെർഫ്യൂമോ അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അതൊക്കെ കുറിച്ച് അറിയണമെങ്കിൽ വാട്സപ്പ് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.